ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്. മണി 1:15. നല്ല കേരച്ചൂര കറിയാണ്. മീനച്ചാറിന് കേര വാങ്ങിച്ചപ്പോൾ വെച്ച കറിയാണ്. ഇത് ആവി പോകുന്നതാണ്. ചൂട് കറി, ചോറ്, ചമ്മന്തി. പിന്നെന്ന് വെച്ചാൽ ഉള്ളത് ഇത് വറ്റക്കറിയാണ്. വറ്റക്കറി ഇനി ഞാൻ പ്ലേറ്റിലൊന്നും വിളമ്പിയില്ല. ഇത് മോര് കാച്ചിയത്. ഇതാ എന്താ പറയുന്നത്, തുറക്കാനും പറ്റുന്നില്ല പിള്ളേർ. കപ്പക്കിഴങ്ങ്, ചേന, കാച്ചിൽ, ചേമ്പ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് പുഴുങ്ങിയത്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ മത്തിയുണ്ട്, മുളക് കറി വെച്ചത്, അതോടെ അകത്തിരിക്കുന്നു. അപ്പം ഇത് വറ്റ, ഇത് നല്ല ചൂര. മുത്തശ്ശി അവിടെ നിന്ന് സംസാരിക്കുന്നതാണ് സൗണ്ട് കേൾക്കുന്നത്. ഇത് ചോറ്, ഇത് വറ്റക്കറി, ഇത് പുളിശ്ശേരി, പിന്നെ മത്തി മുളക് കറി വെച്ചത്. ഇപ്പം ഇന്ന് എന്താ ഇങ്ങനെ വെച്ചെടുത്തതെന്ന് വെച്ചാൽ അമ്മ ആശുപത്രിയിൽ പോയിട്ട് വന്ന് കുഴഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ചേച്ചി ഇന്ന് അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോകൊണ്ട് ലീവായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം അടച്ചു വെച്ച് കൊണ്ട് കുളിക്കുന്നു. എന്തോ പറഞ്ഞമ്മ ആശുപത്രിയിൽ പോയിട്ട്? 1 മാസത്തേക്ക് മരുന്ന് തന്നു മക്കളെ. മരുന്നെല്ലാം കഴിച്ചിട്ട് ഇനിയും ചെല്ലണം. ഷുഗർ അമ്മ അസുഖമൊക്കെ അവിടെ അങ്ങനെ ഇട്ടേക്കും. അമ്മ അച്ചാറുകളെല്ലാം അടിപൊളിയായിട്ട് ഇട്ട് വെച്ചിരിക്കുക. നല്ല അയില വറുത്തത്, ചൂട്, നല്ല ചൂടയില വറുത്തത്. അപ്പം മണി 1:15. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളു. അപ്പം മീനച്ചാറ്, കൊഞ്ചച്ചാറ്, എന്തോ മത്തിക്കറി ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിച്ചു മത്തി അച്ചാറിടുന്നില്ലയോ എന്ന്. നമ്മൾ പക്ഷേ മത്തി ഇപ്രാവശ്യം അച്ചാറിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടായിരുന്നു. ഇപ്പം അമ്മ മത്തിക്കറിയും കൊണ്ട് വന്നു, മുളക് കറിയാണ്. എന്നാ ഇവിടെ വെയ്യ്, ഈ ഇലയുടെ പുറത്തോട്ട് വെച്ചോ. അച്ചാറെടുത്തതായോണ്ട് നല്ല മത്തിക്കറി. ചമ്മന്തിക്കകത്ത് ഇടുന്ന സ്പൂണാണ്. 1/2 കിലോയ്ക്ക് 50 രൂപയായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ മത്തി വില. നിങ്ങളുടെ അടുത്ത മത്തി വില ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഞങ്ങളെടുത്ത് 1/2 കിലോയ്ക്ക് 50 രൂപയ്ക്ക് ഇന്ന് രാവിലെ ഞാൻ വാങ്ങിച്ചു ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അച്ചാർ വേണ്ടുന്നവർ നമ്പർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. 99 47 99 41 33 നമ്പറിലും. പിന്നെ ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടിയുണ്ട്, അത് വേണ്ടുന്നവരും. അച്ചാറുകൾ, പിന്നെ അത് മാത്രമല്ല, ഇന്നലെ നമ്മളൊരു കടവരാലിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. സ്റ്റോക്ക് വന്നപ്പോഴാണ് ഇട്ടത്. പക്ഷേ നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന് അപ്പം തന്നെ നമുക്കത് വിറ്റുപോയി. ബാക്കിയുള്ളവരെല്ലാം വെയിറ്റിങ്ങിലാണ്. അടുത്ത ആഴ്ച കൊടുക്കാം. അപ്പം ടാറ്റാ ബൈ.